കുന്നംകുളത്തിനടുത്തുള്ള ശ്രീ കാട്ടാങ്കാമ്പ ശിവക്ഷേത്രത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും ഈ വീഡിയോ മൊത്തം കണ്ട് പറ്റുന്നത്ര സഹകരിക്കുകയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുന്നംകുളത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലിരിക്കുന്ന കാട്ടാങ്കാമ്പൽ ചിറക്കൽ എന്ന ഗ്രാമത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് കട്ടങ്കാമ്പാല ക്ഷേത്രം അഥവാ കട്ടങ്കാമ്പൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം സാക്ഷാൽ ശിവഭഗവാന്റെ ഒരു മഹാക്ഷേത്രം എന്ന ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ശ്രീ പരശുരാമൻ എന്നിവർ നിർവഹിച്ചതായി ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. സാക്ഷാൽ വേട്ടയ്ക്കൊരു മകൻ പ്രതിഷ്ഠയായി പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇതെങ്കിലും പിന്നീട് ആചരണങ്ങളെല്ലാം സാക്ഷാൽ ശിവഭഗവാന് സ്വരൂപത്തിലേക്ക്, ആ ഒരു ശിവഭഗവാൻ എന്നുള്ള രൂപത്തിലേക്ക് മാത്രം പൂജാതി കർമ്മങ്ങൾ വരികയും, എന്നാൽ ക്ഷേത്രം അതിൻ്റെ ഊരാളന്മാരിൽ നിന്ന് നായർ തറവാട്ടിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ കാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അടുത്ത് കഴിഞ്ഞ സ്വർണ്ണപ്രശ്ന വിധി പ്രകാരം ആചരണങ്ങൾ വേട്ടയ്ക്കൊരു മകൻ എന്നുള്ള രീതിയിൽ അല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പരസ്യമായി ജ്യോതിഷകർത്താക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. മഹാശിവക്ഷേത്രമായിരുന്ന ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്ത ഈ ക്ഷേത്രം കാലാന്തരത്തിൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠ ശക്തിയേക്കാൾ കാളിക്ക് ഇവിടെ ശക്തി വർധനവ് കൂടുതലുണ്ടാവുകയും ചിറക്കലമ്മ അല്ലെങ്കിൽ കാട്ടാങ്കാമ്പലമ്മ എന്ന പേരിൽ ഈ ഒരു കാളി പ്രതിഷ്ഠ പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. ഈ ഒരു ക്ഷേത്രത്തിൽ ശിവഭഗവാനേക്കാൾ കൂടുതൽ കാളി സ്വരൂപത്തിലുള്ള ഭഗവതി ശക്തിക്ക് കൂടുതൽ പ്രാധാന്യം കാലാന്തരത്തിൽ കൈവരുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ശരി. ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ മഹാശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെതും. ഈ രണ്ട് ചരിത്രങ്ങളും ഒന്നിച്ച് ചേർത്ത് വെക്കാതെ കാട്ടാങ്കാമ്പല ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ കാട്ടാങ്കാമ്പല മഹാശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം പൂർണ്ണമാകുന്നില്ല. ഇപ്പോൾ ഞാനുള്ളതും ഈ ഐതിഹ്യകഥ പറയാൻ വേണ്ടി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. ചിറക്കൽ കാട്ടാങ്കാമ്പൽ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ അവിടെ ശത്രുശല്യം കൂടുതലായി കണ്ടതുകൊണ്ട് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയും അന്നത്തെ നാടവാഴിയുമായിട്ടുള്ള ശ്രീ അച്യുതത്ത് മൂസത് എന്നിവർ കന്യാകുമാരി എന്ന് പറയുന്ന ദേവഭൂമിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ശ്രീ കന്യാകുമാരി അമ്മയെ പ്രാർത്ഥനയിലൂടെ തപസ് ചെയ്ത് ആവാഹിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അച്യുതത്ത് മൂസത് എന്നുള്ളവർ.
അദ്ദേഹം തന്നെയാണ് ശ്രീ ചിറക്കൽ കാട്ടാങ്കാമ്പൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കന്യാകുമാരി ദേവി കടന്നു വരുന്നതിന് ഇടയാക്കിയ വ്യക്തിയും. കന്യാകുമാരിയിൽ നിന്നും ബാലാംബികയായി കടന്നു വന്നിട്ടുള്ള ശ്രീ കന്യാകുമാരി ദേവി അതിഗാംഭീര്യമുള്ള ഭദ്രകാളിയായി കാട്ടാങ്കാമ്പൽ ക്ഷേത്രത്തിൽ കൂടിയുണ്ടതിൽ പിറകിലൊരു ഐതിഹ്യമുണ്ട്. കാട്ടാങ്കാമ്പൽ ക്ഷേത്രത്തിൽ നിന്നും 6.5 കിലോമീറ്റർ ദൂരത്തുള്ള ശ്രീ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി അഗസ്ത്യ മഹർഷി വരികയും എന്നാൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നതിന് അദ്ദേഹം ചില ദുർനിമിത്തങ്ങൾ അവിടെ കണ്ടു. എന്നാൽ പ്രതിഷ്ഠാകർമ്മം പൂർത്തീകരിച്ച ശ്രീ അഗസ്ത്യ മഹർഷി രാത്രിയിൽ അവിടെ ദുർഭൂതങ്ങൾ കൂടുതലായി വിളയാടുന്നത് കണ്ടെത്തപ്പെടുകയും അങ്ങനെ അദ്ദേഹം ശ്രീ ഭദ്രകാളി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദുർഭൂതങ്ങളെ ഇല്ലാതാക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഭദ്രകാളി ദേവിയോട് ദുർഭൂതങ്ങളെ അകറ്റാൻ വേണ്ടി അപേക്ഷിച്ച അഗസ്ത്യ മഹർഷി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിടുകയും തൽഫലമായി അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശ്രീ ഭദ്രകാളി ദേവി അതിഭയങ്കരിയായി ഘോരരൂപിണിയായി പ്രത്യക്ഷപ്പെട്ട് ഭൂതഗണങ്ങളെയെല്ലാം ദുർഭൂതങ്ങളെ അവരുടെ തിരിച്ചുള്ള പോക്ക് സാധ്യമാക്കിക്കൊണ്ട് ഇനിയൊരിക്കലും ഈ അമ്പലത്തിനകത്തോട്ട് കടന്നു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. ദുർഭൂതങ്ങളെല്ലാം അകന്നെങ്കിലും അവസാനം മഹർഷി ഭദ്രകാളി മാതാവിനോട് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെ കുടികൊള്ളുവാൻ അപേക്ഷിച്ചു. എന്നാൽ ഞാൻ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ കുടികൊണ്ടാൽ ഇവിടെ രക്തക്കളമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ദേവി മഹർഷിയോട് ഞാൻ പാലമരങ്ങൾ ധാരാളമുള്ള പാലക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വസിച്ചു കൊള്ളാമെന്നും വർഷത്തിൽ ഒരു ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വരാമെന്നും ഒരു ദിവസം രാത്രി മുഴുവനായി ഇവിടെ താമസിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ആയതിനാൽ ഭക്തർ ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് നടയിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ ദേവിയെ സ്മരിക്കാറുണ്ട്. പാലക്കൽ എന്ന സ്ഥലത്ത് വാസം തുടങ്ങിയ ഭദ്രകാളി അമ്മയുടെ സ്മരണയിൽ പ്രസ്തുത സ്ഥലത്ത് പണ്ട് കാലത്ത് പൂരം നടന്നിരുന്നു. പാലക്കൽ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ചിറക്കൽ കാട്ടാങ്കാമ്പലിന് അടുത്ത് തന്നെയാണ്. കാട്ടാമ്പൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള റോഡിലാണ് ഇപ്പം ഞാനുള്ളത്. ഈ റോഡിൻ്റെ ഏകദേശം നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴി ഒരു ഗ്രൗണ്ടിൽ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ ആയിരിക്കും അവിടെയുള്ള എല്ലാ പൂരത്തിൻ്റെ സവിശേഷതകളോടും കൂടി ആനച്ചമയങ്ങളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആ ഒരു പൂരസമയത്ത് ഒരുപോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം പണ്ടുകാലത്ത് യോദ്ധാവായ ശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ പേരിൻ്റെ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്ന ക്ഷേത്രമായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത്. എന്നിരുന്നാൽ കൂടിയും പിന്നീട് ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ശാസ്താചൈതന്യം നിറഞ്ഞ ഈ ഭൂമിയിൽ പരശുരാമ മഹർഷി എത്തിച്ചേരുകയും ഇവിടെ ഇരുന്ന് കൈലാസനാഥനെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. പൂജാകാര്യങ്ങൾക്ക് ജലമെടുക്കാൻ മഹർഷി ഇവിടെ ഒരു കിണറും ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇരുമ്പ് കമ്പികൾ കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്ന പ്രസ്തുത കിണർ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് കാണുകയും ചെയ്യാം. പരശുരാമ മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായി പരശുരാമ മഹർഷിക്ക് മുന്നിൽ ശിവഭഗവാൻ പ്രത്യക്ഷനാവുകയും പിന്നീട് ഈ ഒരു മഹർഷി ഇവിടം വിട്ട് പോവുകയും ചെയ്തു. പിന്നീട് കാലാന്തരത്തിൽ കാട് മൂടിക്കിടന്ന ഈ ഒരു പ്രദേശം ഈ ഒരു ക്ഷേത്ര സങ്കേതത്തിനടുത്ത് ഒരു വേടൻ എത്തിപ്പെടുകയാണ്. അദ്ദേഹം ഈ ക്ഷേത്ര സങ്കേതത്തിനടുത്ത് വന്നപ്പോൾ കിടാവില്ലാതെ കുഞ്ഞില്ലാതെ ഒരു പാറപ്പുറത്ത് പശു പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഈ വിവരം വേടൻ അവിടെയുള്ള നാട്ടുരാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവിന്റെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടം ശിവചൈതന്യം തിരിച്ചറിയുകയും ശിവപ്രതിഷ്ഠ നടത്തിയാൽ നന്നാവുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കാട്ടകത്ത് പാൽ ചുരത്തിയ സ്ഥലം പിന്നീട് കാട്ടാങ്കാമ്പൽ എന്നറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. എന്നാൽ ഒരു ഏഴിലം പാലയുടെ ചുവട്ടിലിരുന്നാണ് പരശുരാമ മഹർഷി തപസ് ചെയ്തത് എന്നതുകൊണ്ടും ആ ഒരു പ്രദേശത്തെ കാടകം പാല എന്ന പേരിൽ
അറിയപ്പെടുകയും കാടകം പാല എന്ന പേരിൽ നിന്ന് കാട്ടാങ്കാമ്പൽ എന്ന പേര് വരികയും ചെയ്തു എന്നുള്ളത് മറ്റൊരു ഐതിഹ്യമാണ്. കൂടാതെ രാജാവിനെ ആദ്യം പോയി ഈ ഒരു പശുവിനെ കണ്ട കാര്യം ഉണർത്തിച്ചിട്ടുള്ള ആ ഒരു വേടരൂപത്തിൽ വന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ശിവന്റെ കിങ്കരൻ തന്നെയാണെന്നും അദ്ദേഹം ഇവിടെ വടക്ക് കിഴക്കായി കാണുന്ന ക്ഷേത്രത്തിനകത്തുള്ള നമ്മുടെ ഒരു ആൽമരത്തിൽ അദ്ദേഹം ഇവിടെ കാവൽ പോലെ തന്നെ ഇവിടെ വസിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശിവഭഗവാൻ രാവിലെ ഇവിടെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ശിവഭഗവാൻ അഘോരമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വര രൂപത്തിലും ദർശനമരുളിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഭഗവാൻ ഇവിടെ കിരാതമൂർത്തിയായും വേട്ടയ്ക്കൊരു മകനായും ആണ് പ്രതിഷ്ഠ ചെയ്തത് എന്നും മറ്റുള്ളവർ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു അമ്പലത്തിനകത്ത് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായി ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഈ ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് കാലത്തോളം അവർ നീന്തൽ പഠിക്കാനും അതിനുള്ള മറ്റുള്ള കുട്ടികൾക്ക് ഉല്ലസിക്കാനൊക്കെ ആയിട്ട് വന്ന് ഇവിടെ അവർ സമയം ചെലവഴിക്കാറുണ്ട്. അതിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴറിയാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടാമ്പൽ ഭഗവതി എന്നറിയപ്പെടുന്ന കന്യാകുമാരി ദേവി ഈ ഒരു പുണ്യദേശത്ത് വന്നു ചേർന്നത് കന്യാകുമാരി ദേശത്ത് നിന്നാണ്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന അച്യുതത്ത് മൂസതിന്റെ കൂടെ ഈ ദേശത്തേക്ക് അമ്മ വന്നത് ഒരു കുടത്തിൽ ഇരുന്ന് ആണെന്നാണ് വിശ്വാസം. ശത്രുനാശം മൂലം കാട്ടാങ്കാമ്പൽ പ്രദേശം രക്തരൂഷിതമായ യുദ്ധങ്ങൾക്ക് ഭൂമിയായപ്പോൾ മഹാദേവൻ മനസ്സിൽ തോന്നിച്ച പോലെ കന്യാകുമാരിയിൽ പോയി ദേവിയെ ഭജിച്ച് ഇതിനൊരു അറുതി കാണണമെന്ന് ഈ നാട്ടിലെ പ്രമാണിയായിരുന്ന അച്യുതത്ത് മൂസത്ത് മനസ്സിൽ വിചാരിച്ചു. അതിന് പ്രകാരം അദ്ദേഹം കന്യാകുമാരി പോവുകയും അവിടെ വെച്ച് ശാന്തസ്വരൂപയായ കന്യാകുമാരി ദേവി ഇത്ര വലിയ ശത്രുക്കളെ എങ്ങനെ നേരിടുമെന്നുള്ള സംശയം ഉണർത്തിച്ചപ്പോൾ ദേവി തന്റെ സംഹാര രുദ്രരൂപം പൂണ്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. അതായത്, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കൊള്ളൂ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ദർശനത്തിലോടുകൂടി നിങ്ങൾക്ക് അവിടെ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ നാട്ടിൽ ഞാൻ എൻ്റെ ചൈതന്യത്തെ ഞാൻ തരും. നിങ്ങൾ ആ ഒരു ചൈതന്യത്തെ പിറ്റേ ദിവസം കന്യാകുമാരി അമ്പലത്തിനകത്ത് നിങ്ങൾ വന്ന് കാണുമ്പോൾ ക്ഷേത്ര തൂണിന് സമീപം ഒരു കുടം കാണുകയും ആ കുടം എൻ്റെ ചൈതന്യം ഉള്ളതായിരിക്കുന്ന കുടമാണെന്ന് മനസ്സിൽ വിശ്വാസപൂർവ്വം അത് സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ നാട്ടായ കാട്ടാങ്കാമ്പൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും വേണം എന്ന് ദേവി ഉണർത്തിച്ച പ്രകാരം അച്യുതത്ത് മൂസത് പിറ്റേ ദിവസം രാവിലെ കന്യാകുമാരി ക്ഷേത്രത്തിനുള്ളിൽ വരികയും അദ്ദേഹം ഒരു കുടം കാണുകയും ദേവീ ചൈതന്യത്തിലുള്ള ആ കുടം അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് നമ്മുടെ കാട്ടാങ്കാമ്പൽ തിരുമുഖത്തേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇപ്പോഴും ആ ഒരു സ്മരണ കൊണ്ട് തന്നെ ദേവിയെ ഉത്സവ സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഒരു ചെമ്പുകുടത്തിൽ തിരുവുടയാട, കൗങ്ങിൻ പൂക്കുല എന്നിവ വെച്ച് ദേവിയെ ആവാഹിച്ച് ആചാരപൂർവം എഴുന്നള്ളിക്കുന്നു. ദേവി ഉത്സവ സമയത്ത് കടവല്ലൂർക്ക് പോകുന്ന സമയത്ത് ആ സമയം മുതൽ തന്നെ ദേവിയെ പറയെടുക്കുന്നതും മുൻപിലിരുന്ന് ആനയിക്കുന്നതും അച്യുതത്ത് മൂസതിന്റെ തലമുറക്കാരാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ ദേവിക്ക് പുഷ്പാഞ്ജലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ലോകത്തിൽ ഒരു അമ്പലത്തിലും ഇല്ലാത്ത രീതിയിൽ പച്ചാട നിവേദിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കാട്ടാങ്കാമ്പൽ ക്ഷേത്രം. കന്യാകുമാരിയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ദേവിക്ക് ആദ്യം നിവേദിക്കാൻ ശ്രമിച്ചത് 1001 നാഴി കൊണ്ടുള്ള അരി, പച്ചരി അരച്ചെടുത്ത് അതുകൊണ്ടുള്ള ഒരു അടയായിരുന്നു അന്നത്തെ തിരുമേനി മനസ്സിൽ കണ്ട് ഉപചാരപൂർവം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മുടെ മുഹൂർത്ത സമയമായി, പ്രതിഷ്ഠാദിന ചടങ്ങിൻ്റെ മുഹൂർത്ത സമയമായിട്ടും അത്രയും അട നിവേദിച്ച് അതിന് വേവിച്ചെടുക്കാൻ
അവിടെ തടസ്സം നേരിടുകയും അങ്ങനെ അവിടെയുള്ള ആചാര്യന്മാർ ശരി ഏതായാലും പച്ചട ദേവിക്ക് ഈ രൂപത്തിൽ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതിയെന്നും തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയൊരു ചരിത്രം ഇതിനുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ പച്ച അട തന്നെയാണ് ഇപ്പോഴും ദേവിക്ക് വേവിക്കാതെ സമർപ്പിക്കുന്നത്. അതുപോലെ ഗണപതി ഭഗവാനും ഈ ക്ഷേത്രത്തിൽ വളരെയേറെ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സർപ്പക്കാവും ഈ ഒരു ക്ഷേത്രത്തിനകത്തുണ്ട്. അതുപോലെ ഇവിടെയുള്ള മുനീശ്വരൻ്റെ ഒരു രൂപം നമുക്ക് കാണാം. മുനീശ്വരൻ ഇവിടെ അദ്ദേഹത്തിനൊരു വിളക്ക് വെച്ച ഒരു തറ തന്നെ കെട്ടി സംരക്ഷിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് നമുക്കിവിടെ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വഴിപാടുകൾ ഈ ക്ഷേത്രത്തിനകത്ത് നടത്തുന്നുണ്ട്. അതെല്ലാം അടങ്ങിയിരിക്കുന്ന ബോർഡാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് കന്യാകുമാരി ദേവി കാളി സ്വരൂപത്തിലേക്ക് മാറി എന്നുള്ളത് ഞാൻ പറയാം. നേരത്തെ ഞാൻ കടവല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ബന്ധം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കടവല്ലൂർ ക്ഷേത്രത്തിൽ ഞാൻ പോയി ഇതിൻ്റെ കൂടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കടവല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം. കടവല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ പാലക്കൽ കാവിലേക്ക് വന്ന കാളി ദേവി അവിടെ വസിച്ചു ഒരുപാട് കാലം. അവിടെ പൂരം നടന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ പാലക്കൽ കാവിൽ വെച്ച് നടന്ന കാളീധാരിക വധം പൂരത്തിന്റെ ഭാഗമായി പരിപാടി നടന്നുകൊണ്ടിരിക്കെ കാളീവേഷം കെട്ടിയ കുറുപ്പിന് ആവേശം കൂടുകയും അവിടെയുള്ള ധാരികന്മാരുടെ നേരെ ചാടുകയും ചെയ്തു. ധാരികന്മാരെ ഓടിപ്പിച്ചുകൊണ്ട് ആ ധാരികന്മാരെല്ലാം പേടിച്ചു വിറച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കാട്ടാമ്പൽ കന്യാകുമാരി ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് സംരക്ഷണാർത്ഥം ഓടിക്കയറുകയും ചെയ്തു. എന്നാൽ കാളി രൂപം പൂണ്ട കുറുപ്പ് അവരെ പിന്തുടർന്ന് ഓടി അമ്പലത്തിന് അടുത്തേക്ക് വരികയും അവിടെ നിന്ന് കൊലവിളി നടത്തുകയും ചെയ്തു. പേടിച്ചരണ്ട് ക്ഷേത്രത്തിലേക്ക് വന്നു കയറിയ എല്ലാ ധാരിക വേഷക്കാരുടെയും കഴുത്തറത്ത് കുറുപ്പ് കാളിവേഷം പൂണ്ട കുറുപ്പ് അമ്പലത്തിന്റെ മുൻപിലെ ഈശാനകോണിലുള്ള കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്രേ. എന്നിട്ടും കലിയടങ്ങാത്ത കാളീദേവിയുടെ ഉഗ്രഭാവം കണ്ട് ജനങ്ങൾ പേടിച്ചു വിറച്ചിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തജനങ്ങളുടെ മനസ്സിലും കാളി ഇനി എന്തു ചെയ്യും എന്നുള്ള ഒരു ഭയപ്പാട് നിഴലിച്ചിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീ പുറത്തു വന്ന് കാളീദേവിയെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്രേ. എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ഷേത്രത്തിനകത്തേക്ക് വന്നാലും നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞ് ആ ഒരു അതിസുന്ദരിയായ രൂപം കുറുപ്പിനെ കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് കുറുപ്പിനെയോ അതുപോലെ ആ ഒരു അതിസുന്ദരിയായ സ്ത്രീയെയോ പിന്നീട് ആരും കണ്ടില്ല എന്ന് തന്നെയാണ് ഐതിഹ്യം. 2006 സ്വർണ്ണ പ്രശ്ന വിധി പ്രകാരം കാളിയെ പടിഞ്ഞാറ് അഭിമുഖമായി പ്രതിഷ്ഠിക്കുകയും കന്യാകുമാരി ദേവി ചൈതന്യത്തെ തെക്കേ വലിയമ്പലത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിരുന്നാലും ഇവിടെയുള്ള കാളി ചൈതന്യത്തെ പാലക്കൽ കാവ് കാട്ടാങ്കാമ്പലമ്മയുടെ മൂലസ്ഥാനത്തിൽ ആണ് ഇപ്പോഴും കണക്കാക്കി വരുന്നത്. അമ്മ കാളി ചൈതന്യത്തോടുകൂടി വന്നതും പാലക്കൽ കാവിൽ നിന്നാണ്. അമ്മയുടെ മേടമാസത്തിലുള്ള ഉത്സവം തുടങ്ങുമ്പോൾ മൂലസ്ഥാനത്തിൽ അതിൻ്റെതായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ പാലക്കൽ കാവിൽ എത്താനുള്ള ആ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലിരുന്ന് എടുത്തിരിക്കുന്ന ആ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ വ്യക്തമായി കണ്ടാൽ അമ്മ എങ്ങനെ പാലക്കൽ കാവിലെത്തി എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. കന്യാകുമാരി ദേവിക്ക് ഇപ്പോഴും ഇവിടെ ചാന്താട്ടം എന്ന ചടങ്ങ് നടത്തുന്നുണ്ട്. പഴയ സ്മരണക്കായി പാലക്കൽ കാവിൽ നിന്നാണ് കാട്ടാങ്കാമ്പൽ പൂരത്തിന് കാളീധാരികന്മാർ പുറപ്പെടുന്നതും 41 ധാരികന്മാരെ ശിരസ്സറുത്ത് പരശുരാമൻ മഴുകൊണ്ട് നിർമ്മിച്ച കിണറ്റിലിട്ട് അമ്മ ആ കിണറ്റിലേക്ക് ആടയാഭരണത്തോടുകൂടി എടുത്തു ചാടുകയും പാതാളമാർഗേന ക്ഷേത്രക്കുളത്തിൽ, നേരത്തെ നിങ്ങൾ കണ്ട ക്ഷേത്രക്കുളത്തിൽ പൊന്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇതെല്ലാം നോക്കിക്കണ്ട് ഇവിടെ നന്ദീരൂപം ശിവഭഗവാനെ അഭിമുഖമായി ഇരിക്കുന്ന ഒരു ഭാഗം കൂടി നമ്മുടെ ക്ഷേത്രത്തിനകത്തുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് മുൻപിലുള്ള കിണറ്റിലെ വെള്ളം ചുവപ്പ് നിറമായി മാറുമത്രേ. ആ ഒരു കിണർ ഇപ്പോൾ ഗ്രിൽസെല്ലാം ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. മേടമാസത്തിലെ പൂരമാണ് പ്രസിദ്ധമായ കാട്ടാങ്കാമ്പൽ പൂരം.
ഉത്സവത്തോടനുബന്ധിച്ച് 7 ദിവസവും ആറാട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ദേവിക്ക് നവകവും, ശാസ്താവിന് കലശവും, മഹാദേവന് കലശാഭിഷേകവും ഭൂതബലിയും ഇവിടെ നടക്കുന്നു. ചെറിയ കുതിരവേലയും വലിയ കുതിരവേലയും കാളി ധാരിക യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന പരിപാടികളും ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. കല്ലാറ്റ് കുറുപ്പന്മാരാണ് ഇവിടെ കാളി ധാരിക വേഷം കെട്ടുന്നത്. പ്രധാന ധാരികന്മാരെ കൂടാതെ വഴിപാട് ധാരികന്മാരും ഇവിടെ ഒരുപാടുണ്ടാകും. ഒരിക്കൽ കാളിയായി വേഷമിട്ടാൽ പിന്നീടൊരിക്കലും ധാരികനായി വേഷമിടാനും പാടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നിബന്ധന. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ വേവിക്കാത്ത അടയാണ് ദേവിക്ക് വെച്ചു കൊടുക്കുന്നതെന്ന്. അത് എന്തിനാണെന്ന് വെച്ചാൽ വിവാഹം വൈകുന്ന ആളുകൾക്ക് വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാനും, അതുപോലെ തന്നെ വയറിന് അസുഖമുള്ള ആളുകൾക്കുമാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. ഈ ഒരു വഴിപാട് ലോകത്തിൽ തന്നെ ഈ ഒരൊറ്റ ക്ഷേത്രത്തിലേ ഉണ്ടാകൂ. വേവാത്ത അട, അരി പൊടിച്ച് ശർക്കരയും തേങ്ങയും എല്ലാം മിക്സ് ചെയ്ത് വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ് അങ്ങനെ തന്നെ ദേവിക്ക് നിവേദിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ത്രികാല പൂജ, പട്ട് നിവേദ്യങ്ങൾ, പായസ നിവേദ്യങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. എന്നിരുന്നാലും ഇതിനൊക്കെ പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ ജനങ്ങൾ എത്തി ചെയ്യുന്ന വഴിപാട് ഈ പറഞ്ഞ നമ്മുടെ വേവിക്കാത്ത അട നിവേദ്യം തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് ഒരു നാഗക്കോട്ട ഉണ്ട്. ആ നാഗക്കോട്ട ശരിക്ക് നാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമായിട്ട്, ഈ ഏരിയയിലെ ആവാസ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ പണിക്കത്ത് മന, പാലൂര് മന, മരാമറ്റ മന, കണിപ്പയൂർ മന, കരിപ്പാല മന, പൊൽപ്പാക്കര മന ഇവരാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. ഇത് വളരെ നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ നാഗക്കോട്ടയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം. ഊരളന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും ക്ഷേത്രഭരണം നടത്തുന്നത് നാട്ടുകാരായിട്ടുള്ള ഒരു കമ്മിറ്റി തന്നെയാണ്. കാട്ടാങ്കാമ്പലിലെ ശക്തി സ്വരൂപിണിയായ ജഗദംബിക എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി ഈയൊരു ശാന്തസുന്ദരമായിട്ടുള്ള ഗ്രാമത്തിൽ വസിക്കുന്നുണ്ട്. കന്യാകുമാരി ദേവിയുടെ ശാന്തസ്വരൂപത്തിൽ നിന്നും കാളിയുടെ ഉഗ്രഭാവത്തിലേക്ക് വന്നിരിക്കുന്ന അമ്മ കാളീ സ്വരൂപം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന അയ്യപ്പ ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും ഈ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയപ്പെടുന്നു. യോദ്ധാവായ അയ്യപ്പൻ്റെ യോദ്ധാവിൻ്റെ രൂപം, അയ്യപ്പസ്വാമിയുടെ യോദ്ധാവിൻ്റെ രൂപമാണ്, അതായത് ശാസ്താവ്, പുലിയുടെ അടുത്ത് നിൽക്കുന്ന ശാസ്താവിൻ്റെ ചൈതന്യ രൂപമാണ് ഈ ഒരു ശാസ്താ ക്ഷേത്രത്തിനുള്ളത്. ഇപ്പോഴും വിശ്വാസം എന്തു തന്നെയായാലും അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തോടു കൂടി ഇവിടെ വസിക്കുന്നു. ശ്രീ അയ്യപ്പസ്വാമി അമ്മയുടെ ആറാട്ടിന് അമ്മയുടെ അംഗരക്ഷകനായി മുന്നിൽ നടക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല ആളുകളാണ്. എല്ലാ ആളുകളോടും നല്ല പോലെയുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ക്ഷേത്രത്തിനകത്ത് ഒരുപാട് ചിട്ടവട്ടങ്ങൾ, പഴയകാലത്തുള്ള ചിട്ടവട്ടങ്ങൾ അതുപോലെ അവർ പരിപാലിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സമയം തികയില്ലെങ്കിലും അവരെല്ലാവരോടും നല്ലപോലെ പെരുമാറുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ മുൻപിലുള്ള ഒരു തേങ്ങയടിക്കുന്ന കല്ല്, ഇതിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കും അറിയില്ല. മണ്ണിൽ അങ്ങനെ തറച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഉത്സവം സമയത്ത് ലോകത്തിലുള്ള എത്രയോ അകലെ നിന്നും സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുള്ള ജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പരിപാടി കാളിധാരിക യുദ്ധത്തിൻ്റെ പരിപാടി തന്നെയാണ്. അത് ഒരു യുദ്ധപ്പുറപ്പാട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ പുറപ്പാടിൽ കാളി ധാരികന്മാരെ കൊന്നൊടുക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്നത്. രംഗാമ്പൽ ഭഗവതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ നേദിക്കുന്ന ഒറ്റയപ്പത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിട്ടിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ദൂരസ്ഥലങ്ങളിൽ പോലും ഈ ഒരു അമ്പലത്തെ കുറിച്ച് അറിവില്ലാത്തവർക്ക് അത് അറിയാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യം തന്നെയാണ്, അല്ലെങ്കിൽ വഴിപാടാണ് അട നിവേദ്യം. വേവിക്കാത്ത അട തേങ്ങയും അതുപോലെ ശർക്കരയും ഒക്കെ ചേർത്ത് അരിമാവിൽ തന്നെ നേരിട്ട് നിവേദിക്കുകയാണ്, അവിടെ വേവിക്കാതെ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെയ്തിരിക്കുന്ന
വഴിപാടിൻ്റെ വിവരണം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് വളരെ ഫേമസ് ആണ് ഈ ക്ഷേത്രത്തിലെ അടനിവേദ്യം, ദേവിക്കാത്ത അടനിവേദ്യം. കർണാടകക്കാരനായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് വയറ്റിൽ ക്യാൻസർ ആയ സമയത്ത് തന്നെ അദ്ദേഹം വഴിപാട് നേരുകയും അദ്ദേഹത്തിന് ഈ ഒരു അസുഖത്തിൽ നിന്ന്, ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്ന് തന്നെ വിമുക്തി നേടുകയും ചെയ്തു എന്നുള്ളത് ഒരു കഥ വളരെ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടു നോക്കുമല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, കാണാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഫേമസ് ആയിട്ടുള്ള 2 വഴിപാടുകളുടെ വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാട്ടങ്ങാമ്പൽ ക്ഷേത്രം മഹാദേവനായ ശിവനേക്കാൾ കൂടുതൽ കാളിക്കിവിടെ പ്രാധാന്യം വരികയും ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം കാട്ടാങ്കാമ്പൽ അമ്മ എന്ന് ഇവിടെയുള്ള ദേവചൈതന്യത്തെ വിളിച്ചു വരികയും ചെയ്തു. പ്രധാനമായും ഇവിടെയുള്ള എല്ലാ ഉത്സവാദി പരിപാടികൾക്കും അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് കണ്ടുവരുന്നത്. അതുപോലെ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള പരിപാടികൾക്കും ജനങ്ങൾ കൈയയഞ്ഞ് അതുപോലെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാഗവാക്കാകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിദേശത്ത് താമസിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ മേടമാസത്തിലെ ഇവിടെ നടക്കുന്ന പൂരത്തിൽ പങ്കെടുക്കാനായി മാത്രം ലീവ് എടുത്ത് നാട്ടിൽ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ വിശ്വാസം കൊണ്ട് തന്നെ ജീവിതത്തിലെ കഷ്ടതകൾ മാറി എന്ന് പറയപ്പെടുന്നുണ്ട്. കർണാടക സ്റ്റേറ്റിലുള്ള ഒരുപാട് ഭക്തജനങ്ങൾ, വയറ്റിന് അസുഖമുള്ള ആളുകളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലുള്ള വിശ്വാസികളാണ്. അതുപോലെ ഇവിടെയുള്ള അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ പുസ്തകങ്ങൾ ഇവിടെയുള്ള കൗണ്ടറിൽ വിൽക്കുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും വന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് ആ ബുക്കൊക്കെ. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി, വളരെ നന്നായി നടത്തുന്നുണ്ട്. ഇവിടെയുള്ള ഊട്ടുപുര, അതുപോലെ തന്നെ സംഗീത വിദ്യാലയം എല്ലാം വളരെ പെയിൻ്റ് അടിച്ച് വളരെ നല്ല മെയിൻ്റനൻസ് ചെയ്ത് ഭക്തജനങ്ങളുടെ സംഘടന കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ എല്ലാ ഏരിയകളും അവർ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്.